2015 നവംബറിൽ കുവൈറ്റിലേക്ക് വീട്ടുജോലിക്കായി പോയ റീന മോളെ കാത്തിരുന്നത് അതികഠിനമായ പീഡനങ്ങളും ഭീകരമായ ജോലിയുമാണ്. കഴിഞ്ഞ 4 മാസമായി ശമ്പളവും ലഭിച്ചിട്ടില്ല. തനിക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന് റീന ആവശ്യപ്പെട്ടപ്പോൾ സ്പോൺസർ നഷ്ടപരിഹാരമായി ചോദിച്ചത് 2 ലക്ഷം രൂപയാണ്. ഇത്തരം പരാതികൾ നിരന്തരമായി കുവൈറ്റിൽ നിന്നും പ്രവാസ ലോകത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നിലവിൽ ഇന്ത്യൻ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് കുവൈറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. റീനയുടെ തിരിച്ചുവരവിന് എന്താണ് വഴി എന്നറിയാതെയാണ് ഭർത്താവും മക്കളും സഹോദരൻ ലാസറും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. റീനയെക്കുറിച്ച് നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് ചോദിച്ചറിയാം. കൊണ്ടുപോയി അലക്സ് ഏജന്റ് അടൂരുള്ള അയാൾ എന്തൊക്കെ എത്ര രൂപ വാങ്ങിച്ചു? 30,000 രൂപ വാങ്ങിയായിരുന്നു. ടിക്കറ്റ് നിങ്ങൾ എടുത്തോ? ടിക്കറ്റ് അദ്ദേഹം തന്നെ എടുത്തത്. അദ്ദേഹം തന്നെ എടുത്തു. 30,000 രൂപ 30,000 രൂപ കൊടുത്തായിരുന്നു. ഒരു കരാറിലാണ്ട് എങ്ങനെ നിങ്ങൾ അയച്ചു? വീട്ടു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. വീട്ടു ജോലിക്ക് പോകണമെന്ന് കരാറുണ്ടാവണോ? ഇവിടുന്ന് വിദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു കരാർ വേണമെന്ന് ഇപ്പോൾ ഗവൺമെന്റ് ഒരു നിശ്ചയം വെച്ചു. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വേറൊരു സ്ത്രീ കൂടെ പോകുന്നു പറഞ്ഞു. അപ്പൊ ഇവരുടെ അടുത്ത് അതുകൊണ്ട് കാര്യമില്ലോ. നിങ്ങളുടെ കാര്യങ്ങൾ എഴുതുന്ന കരാറ് നിങ്ങൾ ചെന്നാൽ എത്ര രൂപ ശമ്പളം കിട്ടും, ആരാണ് ഉത്തരവാദി, ആരാണ് കൊണ്ടുപോകുന്നത്, എന്തോ കരാറുണ്ടാവണം. വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെറുതെ ഇവിടുന്ന് പോകുന്ന ആളുകൾ മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് അറബികൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കല്ലേ. അതിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് പോകുന്നവരാരും അനധികൃത കുടിയേറ്റക്കാരല്ല, അവർ പറ്റിക്കുക. അവിടെയുള്ള ആളുകളും എല്ലാവരും ചേർന്ന് ഈ പാവപ്പെട്ട ആളുകളെ പറ്റിക്കണം. അതിൽ നിങ്ങൾ വിട്ടുപോവുക. അപ്പൊ അനധികൃത കുടിയേറ്റക്കാരെന്ന് മറ്റൊരു സംഭവം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടുപോകുന്നത് പറ്റിച്ചിട്ടാണ്. കോൺട്രാക്റ്റ് ഇല്ല, കരാറില്ല, ഒന്നുമില്ല. അപ്പൊ ആരോടെ ചോദിക്കുക? ഇത് നമ്മൾ നിശ്ചയമില്ലാതെ അവിടെ പോയി ഒരു ഇരകളായി തട്ടിപ്പിന് വിധേയമായി സ്വർഗമാണ് അവിടെ നിന്ന് പോയി അവിടെ ചെന്ന് ഓരോ റാക്കറ്റിൻ്റെ ഇടയിൽ പെട്ട് ആരും രക്ഷിക്കാനില്ലാത്തൊരവസ്ഥയുള്ളത്. ഇത് പൊതുവെ മലയാളികൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട്. വീട്ടു വേലയ്ക്ക് കൊണ്ടുപോകുന്നവർക്ക് കോൺട്രാക്റ്റ് വേണം, എംബസിയിൽ പോയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യണം നോക്കുള്ളത്. അതിന് അറബികൾ തയ്യാറില്ല. ആ അറബികൾ തയ്യാറില്ലാത്തതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തിട്ട് ആ അറബികൾ പൈസ കൊടുത്തു ഇയാൾക്ക്. ആ പൈസയാണ് ഇപ്പോൾ അറബി നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത്. മനസ്സിലായോ? അലക്സ ആരാ പറഞ്ഞ് കൊണ്ടുപോയത്? അലക്സിന് പൈസ കൊടുത്ത അറബി പൈസ കൊടുത്തു. അറബിക്ക് ഈ വക വയ്യാവേലിക്കൊന്നും വയ്യ. എംബസിയിൽ പോയി കരാർ ഒപ്പിടാനും നിയമത്തിന്റെ കീഴിൽ വരാനും അയാൾക്ക് താല്പര്യമില്ല. അപ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ടാവും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മനുഷ്യക്കടത്തുകാരും അവിടുത്തെ അറബികളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ നമ്മൾ പെട്ടുപോയി. നിങ്ങൾ വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടോ? ഇല്ല. അയച്ചോ? അത് നിങ്ങൾ MP നെ കണ്ടു പറഞ്ഞോ? MP ആരാ? സമ്പത്ത്. സമ്പത്തിന് ഇത് കുറെ അറിയുന്ന ആളാ. പറ, മക്കള് പറ, എന്താ പറയണ? എത്രല്ല പഠിക്കണ്? പേരെന്താ? ആദർശ്. അനന്തു. ഓക്കെ, അനന്തു. എന്താ പറയാനുള്ള അമ്മയോട്? അമ്മ പെട്ടെന്ന് എത്രല്ല പഠിക്കുന്ന രണ്ടാളും? ഒരാൾ 6ലും ഒരാൾ 8ലും അല്ലേ? നിങ്ങൾക്ക് എന്താ ജോലി? കൺസ്ട്രക്ഷൻ. പ്രവാസലോകം പ്രേക്ഷകരോടും കുവൈറ്റിലെ പ്രവാസലോകം പ്രവർത്തകരോടുമാണ്. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നിന്ന് മനുഷ്യക്കടത്ത് വളരെ കൂടുതലായി നടക്കുന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ അറബികളിൽ നിന്ന് വാങ്ങി കേരളത്തിൽ നിന്ന് വീട്ടുജോലിക്കായി പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു. ഇത് ഞങ്ങൾ മുൻപും നിരവധി തവണ പറഞ്ഞതാണ്. ഈ കൊണ്ടുപോകുന്ന പെൺകുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള നിയമ പരിരക്ഷയുമില്ലാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നിയമത്തിൻ്റെ പരിധിയിൽ വരാൻ അറബികൾക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം നമ്മളുടെ ഗവൺമെൻറ്റുകൾ ധരിക്കുന്നത് നല്ലതാണ്. അറബികളൊക്കെ മഹാന്മാരും കേമന്മാരും ഇവിടെ നിന്ന് പോകുന്നവരും തെണ്ടികളും നിയമലംഘകരുമാണ് എന്നൊരു ധാരണയാണ് നമ്മൾക്കൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഭരണകൂടങ്ങൾക്ക്, നമ്മളുടെ വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ ഉള്ളത്. നമ്മളിവിടുന്ന് പോകുന്നവരെല്ലാം ചതിയന്മാരും നിയമലംഘകരും അതുപോലെ തന്നെ നിയമം പാലിക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്.
സാധാരണ പാവപ്പെട്ട ഈ മനുഷ്യർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്ക് ഈ നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾക്കൊരു ഇമിഗ്രേഷൻ ഉണ്ടല്ലോ എല്ലാ എയർപോർട്ടുകളിലും. ആ ഇമിഗ്രേഷനെ നിങ്ങൾക്ക് നിയമം പഠിപ്പിച്ചാൽ എന്താ? ഈ കരാറ് കാണിച്ചാലേ കടത്തി വിടൂ എന്ന് പറഞ്ഞാൽ എന്താ? വിസ മാത്രം നോക്കിയാൽ പോരല്ലോ, ഈ കരാറ് കൂടി ഹാജരാക്കണമെന്ന് ഇമിഗ്രേഷനിലേക്ക് ഒരു ഇത് കൊടുത്താൽ എന്താ? സുഷമാ സ്വരാജിനെ പോലെ വിദേശകാര്യത്തെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ആളുകളെ ആധുനിക നയതന്ത്രജ്ഞതയിൽ വളരെ പിന്നിൽ പോയിരിക്കുന്ന ഒരു വിദേശകാര്യ വകുപ്പാണ് ഇന്ത്യയിൽ നിന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ പിന്നിൽ ഈ കള്ളക്കടത്തുകാരുണ്ട്, മനുഷ്യക്കടത്തുകാരുണ്ടെന്ന് എനിക്കറിയാം. ഇമിഗ്രേഷനിലുണ്ട്, ഇവിടുത്തെ വിദേശകാര്യ വകുപ്പിലുണ്ട്, ഇവിടുത്തെ മന്ത്രിസഭകളിലുണ്ട്. അവരുടെ സുഹൃത്തുക്കളാണ് ഈ മനുഷ്യക്കടത്ത് കടത്തുന്ന പലരും എന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് എല്ലാ കാലത്തും നടക്കുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഒരു കാലത്ത് നിങ്ങളുടെ ആഫീസുകളിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങൾ ഒന്നടങ്കം മാർച്ച് ചെയ്യുന്ന കാലം വിദൂരമായിരിക്കില്ല. പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയി വീട്ടുതടങ്കലിലാക്കി ഭക്ഷണം കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ 18 മണിക്കൂർ 20 മണിക്കൂർ ജോലി ചെയ്യിക്കുക, തല്ലുക. എന്തത് അടിമരാജ്യം? തീർച്ചയായിട്ടും പ്രവാസ് ലോകം പ്രവർത്തകർ റീനയെ അന്വേഷിക്കണം. അവരുടെ നമ്പർ ഞങ്ങളിതിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള ഒരു പ്രതികരണം ഗൾഫ് മലയാളികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് പരിഹാരം അന്വേഷിക്കേണ്ട ചുമതല പ്രവാസ ലോകം പ്രവർത്തകർക്കുണ്ട്. തീർച്ചയായിട്ടും അത് നിർവഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.